ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മൊഹിറ്റോ റെസിപ്പീസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊഹിറ്റോസ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയുടെ എണ്ണമുണ്ട്, അതേപോലെ സ്ട്രോബെറി, പിന്നെ ഓറഞ്ച്, പിന്നെ പൈനാപ്പിളിൻ്റെ 2 എണ്ണം. അപ്പം ഇതിനെല്ലാം ഞാൻ ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ബ്ലൂബെറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബ്ലൂബെറി കൊണ്ടുള്ള മൊഹിറ്റോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതാണ്ട് ബ്ലൂബെറി മൊഹിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലൂബെറീസ് ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാരങ്ങയാണ്. അപ്പം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഒരു നാരങ്ങയുടെ പകുതിയുടെ പകുതി മതിയാവുമേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മഡ്ലർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്നതെല്ലാം മൊഹിറ്റോ മോക്ടെയിൽസ് ആണ്, അതായത് ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പം അതും അതേപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 7up ആണ്. അപ്പോൾ 7up അല്ലെങ്കിൽ സ്പ്രൈറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് മിൻറ്റിൻ്റെ ലീഫാണ്. കുറച്ച് മിൻറ്റിൻ്റെ ലീഫാണ്. ഇത് ഒരുപാടുണ്ട്, കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഐസാണ്. അപ്പം ഈ ഐസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ അതിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ഡൺ. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ബ്ലൂബെറി കൊണ്ടുള്ള മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ട്രോബെറി കൊണ്ടുള്ള മൊഹിറ്റോ തയ്യാറാക്കാം. സ്ട്രോബെറി കൊണ്ടുള്ള മൊഹിറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ചെറിയ ഇത്രയും സ്ട്രോബെറി, ഓക്കെ, ഇത്രയും സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ലൈം അതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മട്ട്ലർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഷുഗറിൻ്റെ സിറപ്പാണ്, കുറച്ച് മതിയാവും. ഓക്കെ, ഷുഗറിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. സ്പ്രൈറ്റോ അല്ലെങ്കിൽ 7up ഒഴിച്ചു കൊടുക്കുക കുറച്ച്. പിന്നെ ഈ സോഡ, ഐസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മുടെ സ്ട്രോബെറി കൊണ്ടുള്ള മൊഹിറ്റോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തത് ഓറഞ്ച് കൊണ്ടുള്ള മൊഹിറ്റോ തയ്യാറാക്കാം. ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അല്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇടുന്നതിന് പകരം ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതിയാകും. അപ്പം ഇങ്ങനെ അല്ലി ഇട്ടതിന് ശേഷം ഒരു മട്ട്ലർ വെച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എല്ലാം നന്നായിട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒരു അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചിട്ട് ജ്യൂസ് മാത്രം എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ലൈമാണ്. അപ്പോൾ 1/2 ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മിൻറ്റിൻ്റെ ലീഫ്, പിന്നെ അതേപോലെ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഷുഗറിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സോഡയും. അപ്പം ഈ ഷുഗറും അതേപോലെ സോഡയും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് പൈനാപ്പിളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൈനാപ്പിൾ ആദ്യം ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം, എന്നിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ പൈനാപ്പിൾ തൊലിയെല്ലാം ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അത് മിക്സിക്കകത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ അരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ലൈം എടുത്തിട്ട് അത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും നല്ലതാണ്. എന്നിട്ട് മട്ട്ലർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ദാണ്ട നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മിൻറ്റ് ലീഫും പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 7 അപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഐസ് ക്യൂബും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ മൊഹിറ്റോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. വളരെ നല്ല ടേസ്റ്റ് ആട്ടോ, അടിപൊളിയാണ്. അടുത്തത് നമ്മൾ പൈനാപ്പിളും അതേപോലെ കോക്കനട്ട് ക്രീം ഓഫ് കോക്കനട്ടും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഈ സെയിം പൈനാപ്പിൾ തന്നെ ഇതിൻ്റെ ബാക്കി വന്ന നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ചു വെച്ചിരുന്ന ബാക്കി വന്ന പൈനാപ്പിളാണ് എടുക്കുന്നത്. അപ്പം അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ആദ്യം കുറച്ച് ഇത് ലൈം ജ്യൂസാണ്, ഒരു ശകലം ലൈം ജ്യൂസ് ഉണ്ട്, ഇതിനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ക്രീം ഓഫ് കോക്കനട്ടാണ്. അപ്പം ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചാലും മതിയാവും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. കുറച്ച് ഐസ്, മിൻറ്റ് ലീഫ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ ആൻഡ് കോക്കനട്ട് ക്രീം കൊണ്ടുള്ള ആ ഡ്രിങ്കും കൂടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് കുറച്ച് കട്ടിയായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു സ്ട്രോ ഇട്ടിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക്സ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബ്ലൂബെറിയാണ്, അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ഓറഞ്ച്, പിന്നെ ഇത് വരുന്നത് ഇത് സ്ട്രോബെറി, ഇത് പൈനാപ്പിളിൻ്റെ, ഇത് ക്രീം ഓഫ് കോക്കനട്ടും, ഇത് പൈനാപ്പിൾ ആൻഡ് ലൈം ആൻഡ് അപ്പം കുറച്ച് സ്പൈസിയാണ്. അത് അപ്പം സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ ഇത് കുറച്ച്
എനിക്ക് ഉള്ളതിൽ ഏറ്റവും മധുരം കൂടിയത് തോന്നിയത് ഇതാണ്. ഇതിന് കുറച്ച് മധുരം കൂടുതലാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇത് കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.